അടുത്തതായി നമ്മൾ പഠിക്കുന്നത് വേരിയബിൾസിനെ കുറിച്ചാണ്. സോ നമുക്കിവിടെ ഒരു 4 ലൈൻ ഓഫ് കോഡ് ഉണ്ട്. നമുക്ക് പേഷ്യൻ്റ് നെയിം ഈസ് ജോസഫ്, ഹി ഈസ് 45 years old. ജോസഫ് ഈസ് എ ഗുഡ് ഗൈ, ഹിസ് ഹൈറ്റ് ഈസ് 1.64 cm. സോ നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് റിസൾട്ട് വരുന്നത്. പേഷ്യൻ്റ് നെയിം ഈസ് ജോസഫ്, ഹി ഈസ് 45 years old. ജോസഫ് ഈസ് എ ഗുഡ് ഗൈ, ഹിസ് ഹൈറ്റ് ഈസ് 1.64 cm. സോ ഇനി ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഈ ജോസഫ് എന്ന് പറഞ്ഞ ആളുടെ പേര് മാറ്റി ജോൺ എന്നാക്കുക. സോ നമ്മളപ്പോൾ ഇവിടെ ജോൺ എന്നാക്കണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ എത്ര ഏജ് ഇവിടെ ചേഞ്ച് ചെയ്യണം. വീണ്ടും ഇവിടെ നമ്മൾ ജോൺ എന്ന് എഴുതണം. പിന്നെ അതുപോലെ ഹൈറ്റ് ഇവിടെ നമ്മൾ ഹൈറ്റും നമ്മളിവിടെ ചേഞ്ച് ചെയ്യണം. സോ വീണ്ടും റൺ ചെയ്താൽ നമുക്ക് ജോണിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. പേഷ്യൻ്റ് നെയിം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏജ്. ജോൺ ഈസ് എ ഗുഡ് ഗൈ, ഹിസ് ഹൈറ്റ് ഈസ് 1.72 cm. സോ ഇതുപോലെ ഒരുപാട് ആളുകളുടേതുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തവണ ഇത് എൻ്റർ ചെയ്യേണ്ടി വരും. സോ ഇത്തരം അവസരങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒരുപാട് ഡാറ്റ നമ്മളുടെ പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ആദ്യമായി ഡാറ്റ ടൈപ്പാണ്. സോ ഏത് തരത്തിലുള്ളൊരു ഡാറ്റയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ നോക്കിയാൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നോക്കിയാൽ നമുക്ക് ജോൺ എന്ന് പറയുന്ന പേരുണ്ട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ വയസ്സുണ്ട്, അതുപോലെ എത്രയാണോ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് അതുണ്ട്. സോ ജോൺ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റാണ്, അതായത് ഒരു സ്ട്രിങ് ആണത്. അതുപോലെ 65 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. 1.72 എന്ന് പറയുന്നത് നമ്പറാണ്, പക്ഷേ ഡെസിമൽ നമ്പറാണ്. സോ നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മൾ ഇൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റിജർ, അതായത് നമ്മുടെ ഹോൾ നമ്പേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതായത് ഡെസിമൽ ഇല്ലാത്ത നമ്പേഴ്സിന് വേണ്ടി. അടുത്തത് അതുപോലെ ഡബിൾ എന്ന് പറയുന്നത് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തത് ചാർ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രിങ്ങിനും അതുപോലെ തന്നെ ക്യാരക്ടറിനും വേണ്ടി ഉപയോഗിക്കുന്നു. സോ നമുക്കിത് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. സോ നമുക്ക് ആദ്യമായി ഡിക്ലെയർ ചെയ്യേണ്ടത് ഡാറ്റ ടൈപ്പാണ്. സോ നമ്മളിവിടെ പേഷ്യൻ്റ് നെയിമാണ് ആദ്യമായി ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ CHAR എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോ നമ്മളിവിടെ പേഷ്യൻ്റ് നെയിം എന്ന് എൻ്റർ ചെയ്യുന്നു. ശേഷം നമ്മൾ ഇതുപോലെയുള്ള ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. കാരണം നമ്മൾ ഈ പേഷ്യൻ്റ് നെയിം എന്ന് മാത്രം എഴുതുകയാണെങ്കിൽ അതൊരു ക്യാരക്ടറായി മാറും. അതായത് നമുക്ക് സിംഗിൾ ക്യാരക്ടർ മാത്രമേ അതിൽ സേവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ നമുക്ക് ഒരുപാട് ക്യാരക്ടറുകൾ സേവ് ചെയ്യണമെങ്കിൽ, ഉദാഹരണമായി ഇതുപോലെ പേരും അതുപോലെ അതായത് ഈ ജോൺ എന്നതിൽ നമുക്ക് 4 ക്യാരക്ടറുണ്ട്. സോ അതുപോലെ ഒരുപാട് ക്യാരക്ടറുകൾ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ക്യാരക്ടർ വേരിയബിളിൻ്റെ കൂടെ ഇതുപോലെ നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. സോ നമ്മൾ പേഷ്യൻ്റ് നെയിം എന്ന് പറയുന്നത് നമ്മളിവിടെ ജോസഫ് എന്ന് എൻ്റർ ചെയ്യുന്നു. സോ അടുത്തതായി വരുന്നത് അദ്ദേഹത്തിൻ്റെ ഏജ് ആണ്. ഏജ് എന്ന് പറയുന്നത് നമ്പറാണ്. സോ നമ്മൾ ആദ്യം ഇവിടെ ഇൻറ്റ് എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മളിവിടെ ഏജ്, നമ്മുടെ വേരിയബിൾ നെയിം ഏജ്, അത് നമ്മൾ ജോസഫിൻ്റെ ആയതുകൊണ്ട് നമ്മൾ 45 ആയിരുന്നു. സോ നമ്മൾ 45 എന്ന് എൻ്റർ ചെയ്യുന്നു. സോ അടുത്തത് വരുന്നത് ജോൺ ആണ്. ജോൺ നമ്മൾ ഓൾറെഡി ഇവിടെ പേഷ്യൻ്റ് നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് നമ്മൾ അത് ഡെസിമൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡാറ്റ ടൈപ്പ് ഡബിൾ യൂസ് ചെയ്യുന്നു. അതുപോലെ വേരിയബിൾ നെയിം ഹൈറ്റ് എന്ന് എൻ്റർ ചെയ്യുന്നു. നമ്മളത് 1.64. സോ ഇപ്പോൾ നമ്മൾ ജോസഫ് എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. സോ ഇത് നമുക്ക് 3 തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ആണുള്ളത്. ഒന്ന് ക്യാരക്ടർ, അത് പേഷ്യൻ്റ് നെയിം, അതുപോലെ ഇൻറ്റിജർ, അത് അദ്ദേഹത്തിൻ്റെ ഏജ്, അതുപോലെ ഡബിൾ, അത് ഹൈറ്റ്. ഇങ്ങനെ 3 ഡാറ്റാസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ വേരിയബിൾ നെയിംസ് കൊടുക്കുന്ന സമയത്ത് ചില C പ്രോഗ്രാമിൽ ചില റൂൾസ് ഉണ്ട്. സോ അതായത് നമുക്ക് ഡു നോട്ട് സ്റ്റാർട്ട് വിത്ത് നമ്പേഴ്സ്, അതായത് നമ്മൾ നമ്പർ കൊണ്ട് തുടങ്ങാൻ പാടില്ല. നമ്മുടെ വേരിയബിൾ നെയിം ഒരിക്കലും നമ്പർ കൊണ്ട് തുടങ്ങാൻ പാടില്ല. സോ അതുപോലെ നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സായ ഇതൊന്നും ഇതുപോലെ $, അതുപോലെ പെർസെൻറ്റേജ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് only ലെറ്റേഴ്സ്, അതായത് ABCD, അത് ക്യാപിറ്റൽ ആയാലും സ്മോൾ ആയാലും അത് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് നമ്പേഴ്സ് ഉപയോഗിക്കാം, ഏത് നമ്പേഴ്സും ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് അണ്ടർസ്ക്വയർ ഉപയോഗിക്കാം. കീവേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള
നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കീവേഡ്സ്, അതായത് നമ്മുടെ സി പ്രോഗ്രാമിൽ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള കീവേഡ്സ്. ഫോർ എക്സാമ്പിൾ ഈ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന മെയിൻ, ഇതൊന്നും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അണ്ടർസ്കോർ ഉപയോഗിക്കാം. ഇതുപോലെ പേഷ്യൻ്റ് നെയിം എന്ന് പറയും, ഇതുപോലെ അണ്ടർസ്കോർ ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ 1 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ടൊരു വേരിയബിൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അതുപോലെ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയില്ല. അതുപോലെ നമ്മുടെ കീവേഡ്സ് ആയപ്പോൾ ഇവിടെ ഈ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ മെയിൻ എൻ്റർ ചെയ്യാൻ പാടില്ല. സോ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കഴിയുന്നതും ഇതുപോലെ സ്മോൾ ലെറ്ററിൽ തുടങ്ങി പിന്നെ അടുത്ത വേർഡ് ക്യാപിറ്റൽ ലെറ്ററിൽ ഇതുപോലെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മളിവിടെ നമ്മുടെ പഴയ വേരിയബിൾ നെയിം തന്നെ കൊടുക്കുന്നു, ഏജ് എന്ന് കൊടുക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിനി നേരത്തെ പഠിച്ച പോലെ ഇത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന സംഭവം, അതായത് പേഷ്യൻ്റ് നെയിം ഈസ് ജോൺ. സോ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ക്യാരക്ടർ സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത് %s ആണ്. സോ നമ്മൾ %s കൊടുത്തതിന് ശേഷം കോമ കൊടുത്ത് അത് ഈ ഏത് വേരിയബിളിനാണോ സേവ് ചെയ്തിട്ടുള്ളത് ആ വേരിയബിൾ നെയിം ഇവിടെ കൊടുക്കുക. നമ്മളിവിടെ പേഷ്യൻ്റ് നെയിം ഒന്ന് കൊടുക്കുന്നു. സോ അടുത്തതായി ഹീ ഈസ് 65 years old. അത് ഈ 65 എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഇൻറ്റിജറാണ്. ഇൻറ്റിജറിൻ്റെ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത് %d ആണ്. നമ്മൾ %d ശേഷം കോമ കൊടുത്ത ശേഷം നമ്മളിവിടെ ഏജ് എന്ന വേരിയബിൾ നെയിം എൻ്റർ ചെയ്യുക. സോ ഈ %d എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കൊടുത്ത ഏജ് പ്രിൻ്റ് ആവുന്നതാണ്. സോ വീണ്ടും ഇവിടെ ജോൺ ഈസ് എ ഗുഡ് ഗായ്. സോ വീണ്ടും നമുക്കിവിടെ ജോൺ എന്ന് പറയുന്ന പേര് അവിടെ %s കൊടുക്കുക. അഗൈൻ നമ്മളിവിടെ കോമ കൊടുത്ത ശേഷം പേഷ്യൻ്റ് നെയിം എന്ന് കൊടുക്കുക. പിന്നെ അടുത്ത് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഹൈറ്റാണ് 1.72 cm. സോ നമ്മളിവിടെ %f ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. %f കൊടുക്കുക, ശേഷം കോമ കൊടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന വേരിയബിൾ എൻ്റർ ചെയ്യുക. സോ ഇനി നമ്മളിത് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും പേഷ്യൻ്റ് നെയിം ഈസ് പേഷ്യൻ്റ് നെയിം ഈസ് ജോസഫ്. നമ്മളിവിടെ കൊടുത്തത് ജോസഫ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏജ് എന്ന് പറയുന്നത് 45. ജോസഫ് ഈസ് എ ഗുഡ് ഗായ്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.64 cm. സോ ഇനി നമുക്ക് ഏതൊരു പേര് ചേഞ്ച് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഭാഗത്ത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. സോ ഇനി ഇവിടെ ഞാൻ ജോൺ എന്നാക്കുകയാണെങ്കിൽ ജോൺ, അതുപോലെ 65 1.72. ഇതുപോലെ നമുക്ക് ഒരുപാട് ഔട്ട്പുട്ടുകൾ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും പോയി ഇതുപോലെ നമ്മൾ വേരിയബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും പോയി നമ്മുടെ പേര് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത ഭാഗത്ത് മാത്രം ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് അത് മാറ്റാൻ കഴിയുന്നതാണ്. സോ ഇതിപ്പോൾ നമ്മൾ ജോൺ കൊടുത്തപ്പോൾ ഇവിടെ എല്ലാം ജോണായി. ജോൺ 65 അതുപോലെ 1.72 cm.